Hello everyone, this is me CA Juraj. ഇന്ന് GSTR9 അഥവാ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു GST റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ജൂലൈ 2017 മുതൽ മാർച്ച് 2018 വരെയുള്ള GSTR3B, GSTR1, അതേപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇവ തമ്മിലുള്ള ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു വെച്ചാൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ 2017-18 ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതേപോലെ ഇൻപുട്ട് ടാക്സ് റിലേറ്റിംഗ് ടു 2017-18 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ, അവൈൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, GST ആനുവൽ റിട്ടേണിൽ 6 പാർട്ടുകളാണുള്ളത്. ഒന്ന് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ബേസിക് ഡീറ്റെയിൽസ് ഓട്ടോ ഫീൽഡ് ആണ്. പാർട്ട് 2 ഔട്ട്വേർഡ് സപ്ലൈസ് റിലേറ്റഡ് ഡീറ്റെയിൽസ്. പാർട്ട് 3 ഡീറ്റെയിൽസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. Part 4 details of payment of tax. Part 5 previous year transactions, current year അഥവാ ഏപ്രിൽ ടു മാർച്ച് 2019 റിപ്പോർട്ട് ചെയ്ത ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനുള്ളതും. അതേപോലെ പാർട്ട് 6 അതർ ഇൻഫർമേഷൻ അഥവാ മറ്റു വിവരങ്ങൾ കൊടുക്കാനുള്ളതുമാണ്. GSTR9 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് GSTR1 അതേപോലെ GSTR3B സമ്മറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2017-18 സമ്മറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി പാർട്ട് 2 ടേബിൾ 4 നമുക്കൊന്ന് നോക്കാം. ഇതിൽ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസസ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ. ഇതിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കൊടുക്കേണ്ടത് ഔട്ട്വേർഡ് സപ്ലൈസ് 2017-18 3Bയിൽ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ടാക്സ് ഡിസ്ചാർജ് ചെയ്ത ഔട്ട്വേർഡ് സപ്ലൈസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അത് റിപ്പോർട്ട് ചെയ്തത് 2018-19 ഏതെങ്കിലും മാസത്തെ 3Bയിലാണ് എങ്കിൽ, 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ 3Bയിൽ റിപ്പോർട്ട് ചെയ്തതാണ് എങ്കിൽ നമ്മൾ പാർട്ട് 5 ടേബിൾ 10 അവിടെയാണ് കൊടുക്കേണ്ടത്, ഇവിടെ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും സപ്ലൈസ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ 2017-18 കൊടുത്തിട്ടില്ല, 18-19 ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഈ ടാക്സബിൾ വാല്യൂയുടെ കൂടെ അതേപോലെ ടാക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ടാക്സ് DRC03Y സെപ്പറേറ്റ് അടയ്ക്കാവുന്നതാണ്. ഇനി ഫസ്റ്റ് പോയിന്റ് വരുന്നത് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ നോട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി 2018 മാർച്ചിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ, അല്ലെങ്കിൽ അമെൻമെൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ കൊടുക്കാൻ പാടില്ല. അത് അമെൻമെൻറ്റ് സെപ്പറേറ്റ് കോളത്തിൽ കൊടുക്കാവുന്നതാണ്. ഇനി 18-19 ചെയ്തത് എങ്കിൽ പാർട്ട് 5 കൊടുക്കേണ്ടത്. ഓക്കെ, B2C ഏതെങ്കിലും സപ്ലൈസ് ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ടാക്സിബിൾ വാല്യൂ ഇവിടെ ആഡ് ചെയ്തിട്ട് DRC03Y പേ ചെയ്യാവുന്നതാണ്. ഇനി സപ്ലൈസ് മെയ്ഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് 4Bയിൽ പറയുന്നത്. ഇവിടെ നെറ്റ് ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട് അല്ല കൊടുക്കേണ്ടത്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ കൊടുക്കാൻ പാടില്ല. അതേപോലെ ഏതെങ്കിലും ഇൻവോയ്സ് മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ 2017-18 18-19 റിപ്പോർട്ട് ചെയ്യാത്ത ഇൻവോയ്സുകളുണ്ട് എങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് DRC03Y പേ ചെയ്യാവുന്നതാണ്. അതേപോലെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലുള്ള സപ്ലൈസ് ഇവിടെ ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ,
ഇനി വരുന്നത് സീറോ റേറ്റഡ് സപ്ലൈസ് ആണ്, അഥവാ എക്സ്പോർട്ട്. എക്സ്പോർട്ട് രണ്ട് തരത്തിലാണ്. ഒന്ന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആൻഡ് ബോണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. മറ്റൊരു ഓപ്ഷന് IGST പേ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് പേ ചെയ്ത IGST റീഫണ്ടായി വാങ്ങുക. രണ്ട് ഓപ്ഷനാണ്. അഥവാ IGST പേ ചെയ്താണ് എക്സ്പോർട്ട് ചെയ്തത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. അതും 2017-18 ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇനി സപ്ലൈസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ. SEZ സപ്ലൈയും എക്സ്പോർട്ട് പോലെ തന്നെയാണ്. LUT ബോണ്ട് വഴിയോ അല്ലെങ്കിൽ IGST പേ ചെയ്തോ നമുക്ക് ചെയ്യാവുന്നതാണ്. IGST പേ ചെയ്താണ് ചെയ്തത് എങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. ഇനി ഡീംഡ് എക്സ്പോർട്ടാണ്. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി കുറച്ച് സപ്ലൈസ് ഡീംഡ് എക്സ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റിന് സപ്ലൈ ചെയ്താൽ, അതേപോലെ സപ്ലൈ ഓഫ് ഗുഡ്സ് അഗെയിൻസ്റ്റ് അഡ്വാൻസ് ഓതറൈസേഷൻ, സപ്ലൈ ഓഫ് ഗുഡ്സ് അഗെയിൻസ്റ്റ് EPCG എക്സെട്ര. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഡീംഡ് എക്സ്പോർട്ടിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അഡ്വാൻസ് ഓൺ വിച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ബട്ട് ഇൻവോയ്സ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ജൂലൈ മുതൽ നവംബർ 15 വരെ അഡ്വാൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്, സപ്ലൈ ചെയ്യുന്നതിൻ്റെ മുൻപ് അഡ്വാൻസ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ടാക്സ് പേ ചെയ്തിട്ട് അതിൻ്റെ ഇൻവോയ്സ് മാർച്ച് കഴിഞ്ഞിട്ടും മാർച്ച് 31 കഴിഞ്ഞിട്ടും ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി അടുത്തത് ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഒരു എക്സാമ്പിൾ സെക്ഷൻ 9(3) സെക്ഷൻ 9(4) പറയുന്നതാണ്. ഇതിൽ നെറ്റ് ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ടാണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കേസിൽ വരുന്ന സമയത്ത് 2018-19 ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ പോലും ഇവിടെ കൊടുക്കണം. ഓക്കെ. എന്തെങ്കിലും അമെൻമെൻറ്റ്സ് അല്ല, 2017-18 ഏതെങ്കിലും വിട്ടുപോയിട്ട് 18-19 RCM സപ്ലൈസ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ അതും ഇവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഇൻവേർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. സെക്ഷൻ 9(3) പറയുന്നത് സ്പെസിഫിക് സപ്ലൈസ് ഉണ്ട്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. സെക്ഷൻ 9(4) പറയുന്നത് 5,000 വരെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സപ്ലൈസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 5,000 എക്സെംപ്റ്റ് ആണ്. എബവ് 5,000 ഇൻ എ ഡേ ലഭിക്കുകയാണെങ്കിൽ അതിന് റിവേഴ്സ് ചാർജ് വഴി ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നു. അതും 13th October 2017 വരെ മാത്രമാണുള്ളത്. അതിന് ശേഷമാണെങ്കിൽ അത് വേണ്ട. ഓക്കെ. ഇനി വരുന്നത് സബ് ടോട്ടൽ. ഇതിൻ്റെ ടോട്ടലാണ്. ഇനി ക്രെഡിറ്റ് നോട്ട്സ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ B2E എബവ്. B2E എ പെടില്ല, എ ഉൾപ്പെടില്ല. ഓക്കെ. അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ വരില്ല. B2E ഡീംഡ് എക്സ്പോർട്ട് വരെ. അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ B2E. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്താക്കാം, അവിടെ കൊടുക്കാവുന്നതാണ്. അതും GSTR 3B വഴി ടാക്സ് അടച്ച അല്ലെങ്കിൽ ഓക്കെ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത ടാക്സ് എഫക്റ്റ് ഉള്ളത് മാത്രം. നമുക്ക് അക്കൗണ്ട്സ് വഴി എന്തുണ്ടാവും, കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ക്രെഡിറ്റ് നോട്ട് ഇവിടെ കാണിക്കേണ്ടതില്ല. ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് GSTR1 ഫയൽ ചെയ്തതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി സപ്ലൈസ് ഓർ ടാക്സ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ്. 2017-18 ട്രാൻസാക്ഷൻസ് 2017-18 മാർച്ച് വരെ അമെൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, സോ 2017-18 തന്നെ മാർച്ച് വരെ അമെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. അഥവാ അമെൻമെൻറ്റ് നടത്തിയത് ഏപ്രിൽ 2018 മുതൽ നെക്സ്റ്റ് മാർച്ച് 2019 വരെയുള്ള പീരീഡിലാണ് എങ്കിൽ ഇവിടെ കൊടുക്കാൻ പാടില്ല. അത് ടേബിൾ 10ഉം ടേബിൾ 11ഉം ആണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ 17-18 ട്രാൻസാക്ഷൻസ് 17-18 തന്നെ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ
ഇവിടെ സപ്ലൈസ് ഓർ ടാക്സ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് പോസിറ്റീവ് ഫിഗേഴ്സ് മീൻസ് ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ആഡ് ചെയ്തത്, അതേപോലെ റെഡ്യൂസ് ചെയ്തത്, സപ്ലൈസ് ഓർ ടാക്സ് റെഡ്യൂസ്ഡ് ത്രൂ അമെൻമെൻറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ പ്ലസ് സപ്ലൈസ്. അടുത്തത് വരുന്നത് ടേബിൾ 5 ആണ്. 5-ൽ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ടാക്സ് ഈസ് നോട്ട് പേബിൾ. അഥവാ ടാക്സ് എഫക്റ്റ് ഇല്ലാത്ത ഔട്ട്വേർഡ് സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ്, നോൺ GST സപ്ലൈസ് എല്ലാം ഉണ്ടാവുമല്ലോ, അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അമെൻമെൻറ്റ്സും മാർച്ച് 2018 ശേഷം വന്ന അമെൻമെൻറ്റ്സ് ആണെങ്കിലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 1 by 1 ഐറ്റംസ് നോക്കാം. സീറോ റേറ്റഡ് സപ്ലൈസ് അഥവാ എക്സ്പോർട്ട്, LUT അല്ലെങ്കിൽ ബോണ്ട് വഴി ചെയ്ത എക്സ്പോർട്ട്, അതേപോലെ LUT ഓർ ബോണ്ട് വഴി സപ്ലൈ ചെയ്ത സ്പെഷ്യൽ എക്കണോമിക് സോൺ സപ്ലൈസ്. ഇനി സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ മുകളിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ആളാണ് GST പേ ചെയ്യേണ്ടത് എങ്കിൽ അതിവിടെ റിപ്പോർട്ട് ചെയ്യുക. എക്സംപ്റ്റഡ് സപ്ലൈസ് കുറേ എക്സംപ്റ്റഡ് സപ്ലൈസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതൊരു എക്സംപ്റ്റ് സപ്ലൈസ് ആണ് അല്ലേ. അതുപോലെ തന്നെ പല സപ്ലൈസ് ഉണ്ട് എക്സംപ്റ്റഡ് സപ്ലൈസ്. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. നിൽ റേറ്റഡ് സപ്ലൈസ്, നിൽ റേറ്റഡും എക്സംപ്റ്റഡ് സപ്ലൈസും ഏകദേശം സെയിം ആണ്. നിൽ റേറ്റഡ് GST ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല വാട്ട് ഈസ് നിൽ റേറ്റഡ് സപ്ലൈസ് എന്നുള്ളത്. അപ്പോൾ നിൽ റേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ GST ടാക്സബിൾ സപ്ലൈസ് ആണ്, പക്ഷേ അതിൻ്റെ ടാക്സ് റേറ്റ് 0 ആണ് എന്ന് വിചാരിക്കാം. അങ്ങനത്തെ സപ്ലൈസ് ഉണ്ടെങ്കിൽ എന്താക്കുക, ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇനി നോൺ GST സപ്ലൈസ് ഇൻക്ലൂഡ് നോ സപ്ലൈസ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ അഥവാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിക്കറും പെട്രോൾ ആൻഡ് ഡീസൽ, റൈറ്റ്. ആ പെട്രോൾ ആൻഡ് ഡീസലൊക്കെ സപ്ലൈസ് ഉണ്ട് എങ്കിൽ നോൺ GST സപ്ലൈസിൽ എന്താക്കാം, ഡിസ്ക്ലോസ് ചെയ്യാം. ഇനി ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ A to F, A മുതൽ F വരെയുള്ള ഇതിന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇനി ഡെബിറ്റ് നോട്ട് വല്ലതും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുക. സപ്ലൈസ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ് വഴി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ റിപ്പോർട്ട് ചെയ്യുക. ടേബിൾ 5 സിമ്പിളായ ടേബിളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ടേബിളിലേക്ക് പോകാം. ഇത് സേവ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട് ടേബിൾ 6 ആണ്. അതിൽ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് ITC അവൈൽഡ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് 6A ഇത് GSTR 3B പ്രകാരം ഓട്ടോ ഫിൽഡാണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 2017-18 3B പ്രകാരം എത്ര ക്രെഡിറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് 3 തരത്തിലാക്കി റിപ്പോർട്ട് ചെയ്യണം. 3Bയിൽ നമ്മൾ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇവിടെ വരുമ്പോൾ ഇൻപുട്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, അതേപോലെ തന്നെ ഇൻപുട്ട് സർവീസസ് എന്താക്കണം, സെപ്പറേറ്റ് ചെയ്യണം. എൻ്റെ കേസിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മുകളിൽ മാത്രമാണ് ഞാൻ ഇൻപുട്ട് എടുത്തിരുന്നുള്ളത്. 3291 3Bയിൽ എടുത്തിരുന്നു. അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മുകളിലായിരുന്നു. അത് ഞാനിവിടെ റിപ്പോർട്ട് ചെയ്തു. ഇത് ഓട്ടോ ഫീൽഡല്ല, നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്യണം. ഇൻപുട്സിൻ്റെ മുകളിൽ എത്ര ഇൻപുട്ട് ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മുകളിൽ എത്ര ഉണ്ട്, ഇൻപുട്ട് സർവീസിൻ്റെ മുകളിൽ എത്ര ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് C, ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്
on which tax is paid and ITC availed. സെക്ഷൻ 9(3)ൽ സെക്ഷൻ 9(4)ൽ നമ്മൾ അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്ത് നിന്ന് സപ്ലൈസ് ലഭിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആയിരുന്നു. ഒക്ടോബർ 13 വരെ റിവേഴ്സ് ചാർജ് അപ്ലിക്കബിൾ ആയിരുന്നു അല്ലേ, 2017 ഒക്ടോബർ 13 വരെ. അപ്പോൾ അതുവരെയുള്ള എന്തെങ്കിലും ഇൻവേർട്ട് സപ്ലൈസിൻ്റെ മുകളിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ 3B ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്ത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതും ഇൻപുട്ട്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ് 3 തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം. ഇനി 9(4)ൽ എന്തെങ്കിലും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം. ഓക്കെ, ബ്ലോക്ക്ഡ് ക്രെഡിറ്റിന് മുകളിൽ ഇൻപുട്ട് ടാക്സ് കിട്ടില്ലല്ലോ, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇനി ഡീൽ വരുന്നത് ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു റിവേഴ്സ് ചാർജ് ഓൺ വിച്ച് ടാക്സ് ഈസ് പെയ്ഡ് ആൻഡ് ITC അവൈൽഡ്. ദാറ്റ് മീൻസ് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ഓഫ് IGST ആക്ട്. ഇതിൽ വരുന്നത് ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സർവീസ്, ഡയറക്ടർ ഇൻ കേസ് ഓഫ് കമ്പനി, അവർക്ക് ഇൻവേർട്ട് സപ്ലൈസ് ലഭിച്ചു. അതിൻ്റെ മുകളിൽ RCM റിവേഴ്സ് ചാർജ് വഴി ടാക്സ് പേ ചെയ്തു. അതിൻ്റെ ടാക്സ് ഇൻപുട്ടായിട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ബൈഫർക്കേറ്റ് ചെയ്യാം, ഇൻപുട്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇൻപുട്ട് സർവീസസ്. ഓക്കെ, ഇനി ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ മുകളിൽ IGST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ടാക്സ് കിട്ടും. അത് നമ്മൾ എന്താക്കണം, കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം. ഷിപ്പിംഗ് ബില്ല് അതേപോലെ തന്നെ ഐസ് ഗേറ്റിൽ വെബ്സൈറ്റിലുള്ള ഡാറ്റയായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. കാരണം അവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസസ് എക്സ്ക്ലൂഡിങ് ഇൻവേർട്ട് സപ്ലൈസ് ഫ്രം SCZ. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ IGST ഇവിടെ എടുക്കാവുന്നതാണ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിസീവ്ഡ് ഫ്രം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കേസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. ഇനി എമൗണ്ട് ഓഫ് ITC റീക്ലെയിംഡ് അതർ ദാൻ ബി എബവ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റീക്ലെയിംഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017-18 ഫൈനാൻഷ്യൽ ഇയറിൽ 180 ഡേയ്സിനുള്ളിൽ സപ്ലയർക്ക് പേ ചെയ്യാത്തത് കൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താക്കി, റിവേഴ്സ് ചെയ്തു. ഇനി അത് റിവേഴ്സ് ചെയ്തത് മാർച്ച് 31-നുള്ളിൽ റീക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുക്കുക. അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. മുകളിലത്തെ ITCയിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ട് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, എമൗണ്ട് ഓഫ് ITC ഓൾറെഡി ക്ലെയിം ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തു, എന്നിട്ട് റീക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, എക്സാമ്പിളാണ്. സപ്ലയർക്ക് പേയ്മെൻറ്റ് 180 ഡേയ്സിനുള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്താക്കണം, റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്താക്കാം, ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനത്തെ കേസുകൾ ഇവിടെ കൊടുക്കാം. ഇനി സബ് ടോട്ടലാണ്. നിങ്ങൾ എക്സ്ട്രാ ഒരു എക്സാമ്പിൾ പറയും. ഇവിടെ നമ്മൾ ISDയുടെ ഇതിൽ 100 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് ഡിഫറൻസ് ആണെങ്കിൽ എക്സ്ട്രാ എടുത്തു എന്നുള്ള രൂപത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡിഫറൻസ് വരാൻ പാടില്ല. ഓക്കെ, ഇനി ട്രാൻസിഷൻ ക്രെഡിറ്റ് ത്രൂ ട്രാൻ 1. സ്റ്റോക്ക് ജൂലൈ 1 സ്റ്റോക്കിൻ്റെ മുകളിൽ എക്സൈസ് ഡ്യൂട്ടി അതേപോലെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാവുന്നതായിരുന്നു. അതേപോലെ സർവീസ് ടാക്സ് അല്ലെങ്കിൽ VAT റിട്ടേണിലുള്ള ക്രെഡിറ്റ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതായിരുന്നു. ട്രാൻ 1 ക്രെഡിറ്റും ഉണ്ട്, അതേപോലെ ട്രാൻ 2 ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ 2 ക്രെഡിറ്റിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഏരിയ ഉള്ളത് എനി അതർ ITC അവൈൽഡ് ബട്ട് നോട്ട് സ്പെസിഫൈഡ് അബവ്. അത് പല സിറ്റുവേഷനിൽ എനി അതർ ITC വരാവുന്നതാണ്.
ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് വിത്തിൻ 30 ഡേയ്സ് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. വിത്തിൻ 30 ഡേയ്സ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ലാബിളായ സമയത്തുള്ള സ്റ്റോക്കിൻ്റെ മുകളിൽ ITC നമുക്ക് ലഭിക്കും അല്ലേ? ആ ITC ഇവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് പുറത്തു പോവുക, റെഗുലർ സ്കീമിലേക്ക് മാറുകയാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ സമയത്ത് സ്റ്റോക്കിൻ്റെ മുകളിൽ ഇൻപുട്ട് എടുക്കാവുന്നതാണ്. അങ്ങനത്തെ കേസുകളൊക്കെ വരികയാണെങ്കിൽ എനി അതർ ITCയിലേക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ITC റിലേറ്റഡ് അടുത്തത് വരുന്നത് ടേബിൾ 7 ആണ്. അതിൽ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ് ആൻഡ് ഇനെലിജിബിൾ ITC ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ITC റിവേഴ്സ് ചെയ്തതും അതേപോലെ തന്നെ ഇനെലിജിബിൾ ITC ഉണ്ടെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. 2017-18 റിപ്പോർട്ട് ചെയ്ത റിവേഴ്സലാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 3Bയിൽ റിപ്പോർട്ട് ചെയ്തത്. അഥവാ റിവേഴ്സൽ 2018-19 ചെയ്തത് എങ്കിൽ ടേബിൾ 12 ചെയ്യേണ്ടത്, ഇവിടെ അല്ല. ഓക്കെ, ഇനി റിവേഴ്സ് ചെയ്തിട്ടില്ല എങ്കിൽ DRC 03Y എന്താക്കാം? അതിൻ്റെ ടാക്സും ഇൻട്രസ്റ്റും അടയ്ക്കാം. ഒന്നാമത്തത് റൂൾ 37 ആണ്. റൂൾ 37 പറയുന്നത് സപ്ലയർ പേയ്മെൻറ്റ് വിത്തിൻ 180 ഡേയ്സിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ, 180 ഡേയ്സിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ റിവേഴ്സ് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീക്ലെയിം ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇങ്ങനെ റിവേഴ്സൽ ഉണ്ട് എങ്കിൽ ഇവിടെ ടാക്സ് ഡിസ്ക്ലോസ് ചെയ്യുക. ഓൾറെഡി റിവേഴ്സ് ചെയ്ത് റീക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ടതില്ല, മുമ്പത്തെ ടേബിൾ 6 ചെയ്താൽ മതി. ഇനി റൂൾ 39B. റൂൾ 39 പറയുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കേസിൽ ഇനെലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ എന്ത് ചെയ്യാം? റിവേഴ്സലിൽ ടാക്സ് ഡിസ്ക്ലോസ് ചെയ്യാം. ഇനി റൂൾ 42. റൂൾ 42 പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസസ്. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് ഒഴിച്ച് ഇൻപുട്ട് സർവീസും റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ് പർപ്പസിനല്ല യൂസ് ചെയ്തത് എങ്കിൽ അതെന്തല്ല? എലിജിബിൾ ITC അല്ല. ഇനിയിപ്പോൾ കോമൺ ക്രെഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ടാക്സബിൾ സപ്ലൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എക്സംപ്റ്റ് സപ്ലൈസും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് കോമൺ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ടാക്സബിൾ സപ്ലൈസിനുള്ള പോർഷൻ മാത്രമേ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കിട്ടുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അരിക്കച്ചവടക്കാരന് അരി കച്ചവടവും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടാക്സബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട്. അയാൾക്ക് ഒരു ഓഡിറ്റ് ഫീസ് സർവീസ് ലഭിച്ചു. ഓഡിറ്റ് ഫീസ് 10,000 ലഭിച്ചതെങ്കിൽ ആ 10,000 ടോട്ടൽ സെയിൽസിൻ്റെ ടാക്സബിൾ സെയിൽസിൻ്റെ പോർഷൻ മാത്രമാണ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് അവൈലബിൾ ആവുന്നത്. അല്ലാത്ത ക്രെഡിറ്റ് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അത് റൂൾ 42 റിവേഴ്സ് ചെയ്യുക. ഇനി 43, റൂൾ 43 വരുന്നത് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്യാപിറ്റൽ ഗുഡ്സ് ടാക്സബിൾ സപ്ലൈസിനല്ല എങ്കിൽ, ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നത് ടാക്സബിൾ സപ്ലൈസിനല്ല എങ്കിൽ അത് എലിജിബിൾ ക്രെഡിറ്റ് അല്ല. അതെന്ത് ചെയ്യണം? ഇവിടെ റിവേഴ്സൽ കാണിക്കണം. ഓൾറെഡി 3Bയിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവിടെ കാണിക്കേണ്ടത്, അല്ലാത്ത പക്ഷം കാണിക്കേണ്ടതില്ല. ഇനി സെക്ഷൻ 17 സബ്സെക്ഷൻ 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് മോട്ടോർ വെഹിക്കിൾ അതേപോലെ തന്നെ പല ക്രെഡിറ്റ്സും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ആണ്. അങ്ങനത്തെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് ഉണ്ട് എങ്കിൽ ഇവിടെ റിവേഴ്സൽ കാണിക്കാം. ഇനി റിവേഴ്സൽ ഓഫ് ട്രാൻ 1 ക്രെഡിറ്റിൻ്റെ കേസിൽ പല ആളുകളും ട്രാൻ 1 ക്രെഡിറ്റ് എടുത്തു, അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പ്ലനേഷൻ ചോദിച്ച സമയത്ത് ഇൻവോയ്സ് ഡീറ്റെയിൽസ് മിസ്സിങ് പല കാരണങ്ങളാൽ റിവേഴ്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ റിവേഴ്സൽ ട്രാൻ 1 ക്രെഡിറ്റ് റിവേഴ്സലിൽ കൊടുക്കാവുന്നതാണ്. ഇനി റിവേഴ്സൽ ഓഫ് ട്രാൻ 2 ക്രെഡിറ്റും അതേപോലെ തന്നെ കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലൊന്നും പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതർ റിവേഴ്സൽ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതർ റിവേഴ്സൽ മോർ ദാൻ 1 ഐറ്റം ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം,
അതർ റിവേഴ്സൽ 2, അതർ റിവേഴ്സൽ 3 അങ്ങനെ ആഡ് ചെയ്ത്. അടുത്തത് 8ാമത്തതാണ് ടേബിൾ 8 അതർ ITC റിലേറ്റഡ് ഇൻഫർമേഷൻ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോ വരുന്നത് GSTR 2A നിന്ന് ഓട്ടോ ഫീൽഡാണ്. അപ്പോൾ GSTR 2A ടോട്ടൽ എത്ര ക്രെഡിറ്റ് അവൈലബിൾ ആണ്, എലിജിബിൾ ആണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അത് എഡിറ്റബിൾ അല്ല. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ടേബിൾ 6 നിന്ന് വന്ന എമൗണ്ട്സ് ആണ് 3,291. അത് നമുക്കുള്ള ക്രെഡിറ്റ്, ഓക്കെ, 3B പ്രകാരമുള്ള ക്രെഡിറ്റ്. അതേപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ഉണ്ട്, പക്ഷേ 2017-18 അവൈൽ ചെയ്തില്ല. പകരം 18 ഏപ്രിൽ മുതൽ മാർച്ച് 2019 വരെയാണ് ഉള്ള കാലഘട്ടത്തിൽ 3Bയിലാണ് അവൈൽ ചെയ്തത് എങ്കിൽ അത് ഇവിടെ കൊടുക്കാം. എൻ്റെ കേസിൽ 1215 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവൈൽ ചെയ്തത്. അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ITC ഓൺ ഇൻവേർട്ട് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ട്സ് ആൻഡ് ഇൻവേർട്ട് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ് സർവീസസ് റിസീവ്ഡ് ഫ്രം സ്പെഷ്യൽ എക്കണോമിക് സോൺ റിസീവ്ഡ് ഡ്യൂറിങ് 17-18 ബട്ട് അവൈൽഡ് ഡ്യൂറിങ് ഏപ്രിൽ 2018 ടു മാർച്ച് 2019. ഓക്കെ, നേരത്തെ ഇവിടെ കാണിച്ചിരുന്നത് മാർച്ചിന് പകരം സെപ്റ്റംബർ ആയിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് അവൈൽ ചെയ്യാനുള്ള ഡേറ്റ്സ് മാർച്ച് 31 ആയതുകൊണ്ട്, മാർച്ച് 2019 ആയതുകൊണ്ട് ഇപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അമെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത് മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാർച്ച് വരെ അവൈൽ ചെയ്ത എല്ലാ ക്രെഡിറ്റും ഇവിടെ കൊടുക്കാവുന്നതാണ്, മീൻസ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, എൻ്റെ കേസിൽ ടോട്ടൽ ക്രെഡിറ്റ് 5,684 ഉണ്ടായിരുന്നു. അതിൽ 3,291 3B പ്രകാരം ഞാൻ അവൈൽ ചെയ്തു. 1,215 2018-19 3B പ്രകാരം അവൈൽ ചെയ്തു. എന്നിട്ട് ബാക്കി 2Aയിലുള്ള ക്രെഡിറ്റ് 1,178 ഉണ്ട്. അത് അവൈൽ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ മാർച്ച് കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഇനി അവൈൽ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനത്തെ ക്രെഡിറ്റ് ഉണ്ട് എങ്കിൽ ITC അവൈലബിൾ ബട്ട് നോട്ട് അവൈൽഡിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഈ 5,684 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, ഇനെലിജിബിൾ ക്രെഡിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, GSTR 2A റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ITC അവൈലബിൾ ബട്ട് ഇനെലിജിബിൾ എന്നുള്ള കോളത്തിൽ കൊടുക്കാവുന്നതാണ്. ഇനി IGST പെയ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 6 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും IGST പെയ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ബാക്കിയുള്ള റോസ് ഓട്ടോ ഫീൽഡാണ്. അവസാനം നമുക്ക് മനസ്സിലാവും ടോട്ടൽ ITC ടു ബി ലാപ്സ്ഡ് ഇൻ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 1,178. ഇനി GSTR 2A ബന്ധപ്പെട്ട് പല ആളുകൾക്കുള്ള സംശയമാണ്, GSTR 2A വന്നു കഴിഞ്ഞാൽ മാത്രമാണോ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത്, അഥവാ സപ്ലയർ അവർ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത് GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ട്വീറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫെസിലിറ്റേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ GSTR 2A. അതല്ലാത്ത പക്ഷവും GSTR 2A വന്നിട്ടില്ല എങ്കിലും ക്രെഡിറ്റ് എടുക്കാം എന്നുള്ള രൂപത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഇതിലെന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഷോക്കോസ് നോട്ടീസ് അയക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതിന് നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ടാവണം. GST ആക്റ്റിൽ പറഞ്ഞ നെക്സ്റ്റ് ടേബിൾ 9 ആണ്. ടേബിൾ 9 പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് ആസ് ഡിക്ലെയർഡ് ഇൻ റിട്ടേൺസ് ഫയൽഡ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ. ഇതിൽ മെയിൻ ടാക്സ് പേയ്മെൻ്റ് എല്ലാം ഓട്ടോ ഫീൽഡാണ്, അത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ടാക്സ് പേയബിൾ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. 3B പ്രകാരമുള്ളത് ടാക്സ് പേയബിൾ ഇവിടെ വരും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ടാക്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ടേബിൾ 10, 11, 12 ആൻഡ് 13 ഒന്ന് നോക്കാം.
ഇതിൽ ടേബിൾ 10 വരുന്നത് സപ്ലൈസ് ഓർ ടാക്സ് ഡിക്ലെയർഡ് ത്രൂ അമെൻമെൻറ്റ്സ്. അതിൽ ഇൻക്രീസ് ആണ് വാല്യൂ ഉള്ളത് എങ്കിൽ അവിടെ കൊടുക്കണം. ഓക്കെ, അതിൽ ഒരു ഐറ്റം വരുന്നത് 2017-18 ഫിനാൻഷ്യൽ ഇയറിലെ ഒരു ഇൻവോയ്സ് നമ്മൾ മിസ്സായി പോയിട്ട് 2018-19 റിപ്പോർട്ട് 3Bയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മളിവിടെ അഡീഷനായിട്ട് കൊടുക്കണം, ടാക്സബിൾ വാല്യൂ അതിൻ്റെ ടാക്സും. ഓക്കെ, ഇനി അതേപോലെ മറ്റൊന്ന് വരുന്നത് 2017-18 അത് ഡിക്ലെയർ ചെയ്തു, ബട്ട് അമെൻഡഡ് ഇൻ 2018-19 ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അങ്ങനത്തെ അമെൻമെൻറ്റ്സ് എന്ത് ചെയ്യണം, അതും അവിടെ കൊടുക്കണം. പിന്നെ ഡെബിറ്റ് നോട്ട് 2017-18 ഡെബിറ്റ് നോട്ട് 18-19 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും ഇവിടെ കൊടുക്കണം. ഇനി 11 വരുന്നത് സപ്ലൈസ് ഓർ ടാക്സ് റെഡ്യൂസ്ഡ് ത്രൂ അമെൻമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് 2017-18 18-19 ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, എൻ്റെ കേസിൽ ഒരു B2C ഇൻവോയ്സ് B2B ഇൻവോയ്സ് ആയി ഡിക്ലെയർ ചെയ്തു പോയത് ഞാൻ എന്ത് ചെയ്തു, B2Cയിലേക്ക് മാറ്റി. 4237 ആയിരുന്നു അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് ഇൻക്രീസായി, അതിൻ്റെ ടാക്സും ഇവിടെ ഞാൻ കാണിച്ചു. അതേ സമയത്ത് സെയിം വാല്യൂ ഇവിടെ ഡിക്രീസും ആയിട്ടുണ്ട് അല്ലേ. B2Bയിൽ ഡിക്രീസ് ആയ വാല്യൂ ഇവിടെ തന്നെ കാണിച്ചു. ഏത് സപ്ലൈസ് ഓർ ടാക്സ് റെഡ്യൂസ്ഡ് ത്രൂ അമെൻമെൻറ്റ്സിൽ കാണിച്ചു. പിന്നെ മറ്റൊരു ഇൻവോയ്സ് എക്സ്ട്രാ കൊടുത്തു പോയിരുന്നു 2017-18 35,000 ഒരു ഇൻവോയ്സ് എക്സ്ട്രാ കൊടുത്തിരുന്നു. ആ ഇൻവോയ്സ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡിലീറ്റ് ചെയ്തു. അമെൻമെൻറ്റ് 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ അമെൻമെൻറ്റ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തപ്പോൾ അതും ടാക്സിന് എൻ്റെ ടാക്സ് ലയബിലിറ്റി കുറക്കുന്നതാണ്. അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കാണിച്ചു. ഇനി വരുന്നത് 12 ആണ്, റിവേഴ്സൽ ഓഫ് ITC അവൈൽഡ് ഡ്യൂറിങ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ റിവേഴ്സൽ ഓഫ് ITC എന്ന് പറഞ്ഞാൽ 2017-18 ഫിനാൻഷ്യൽ ഇയറിലെ എന്തെങ്കിലും ITC റിവേഴ്സൽ വന്നിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ വിട്ടുപോയി 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ടാക്സസ് ഡിക്ലെയർ ചെയ്യാം. ടാക്സബിൾ വാല്യൂ ആവശ്യമില്ല, ഓൺലി ഇൻപുട്ട് ടാക്സ് ആണ്. അതുകൊണ്ട് ടാക്സബിൾ വാല്യൂ ആവശ്യമില്ല, ടാക്സസ് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 180 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് കൊടുക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മിസ്സായതുകൊണ്ട് മാർച്ചിൽ റിവേഴ്സ് ചെയ്യേണ്ട ഒരു ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ ഏപ്രിൽ 2019 എന്ത് ചെയ്തു, ഏപ്രിൽ 2018 അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, അതേപോലെ അടുത്തത് വരുന്നത് 13 ITC അവൈൽഡ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. നേരത്തെ നമ്മൾ 8Cയിൽ കൊടുത്തിരുന്നു ITC അവൈൽഡ് ഫോർ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാനുള്ള സമയം മാർച്ച് കഴിഞ്ഞ് അടുത്ത മാർച്ച് വരെ. ആക്റ്റിൽ അങ്ങനെയല്ല, നോട്ടിഫിക്കേഷൻ വഴി 2019 മാർച്ച് വരെ 2017-18 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ 2017-18 ഇൻപുട്ട് ടാക്സ് 2018-19 മാർച്ച് വരെ അവൈൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ, 2018 ഏപ്രിൽ മുതൽ 2019 മാർച്ച് വരെ അവൈൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ കൊടുക്കാം. എൻ്റെ കേസിൽ 1215 എന്ത് ചെയ്തിരുന്നു, ഞാൻ അവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. സേവ് ചെയ്യാം. അടുത്തത് 14 ഡിഫറൻഷ്യൽ ടാക്സ് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിക്ലറേഷൻ ഇൻ ടേബിൾ നമ്പർ 10 and 11.
ടേബിൾ 10-ൽ അമെൻമെൻറ്റ്സ് ഡിക്ലെയർ ചെയ്തു, ഇൻക്രീസ് ഇൻ വാല്യൂ. ടേബിൾ 11-ൽ ഡിക്രീസ് ഇൻ വാല്യൂ ഉള്ള അമെൻമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തിരുന്നു. ഓക്കെ, അതിൻ്റെ ടാക്സ് ഇമ്പാക്റ്റ്, ഡിഫറൻഷ്യൽ ടാക്സ്, എന്തെങ്കിലും അഡീഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ടാക്സ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, എൻ്റെ കേസിൽ 2975 ടാക്സ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ടേബിൾ 10-ൽ ടാക്സ് ഇൻക്രീസ് ചെയ്തത് 382 ആൻഡ് റെഡ്യൂസ് ചെയ്തത് 3357. സോ നെറ്റ് ഡിക്രീസാണ് ചെയ്തത്. ഓക്കെ, ആ ഡിക്രീസ് ഇൻ ടാക്സ് നമുക്കെന്ത് ചെയ്യാം, ഇതിൽ കൊടുക്കാം 2975. ഇനി എന്തെങ്കിലും ഇൻക്രീസ് ആണുള്ളതെങ്കിൽ ഇൻക്രീസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റും ഇവിടെ കൊടുക്കാം. സേവ് ആൻഡ് ഗോ. നെക്സ്റ്റ് വരുന്നത് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡിമാൻഡ്സ് ആൻഡ് റീഫണ്ട്സ്. എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതേപോലെ റീഫണ്ട് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് വരുന്നത് supplies received from composition taxpayers deemed supply by job worker and goods sent on approval basis. ഒന്നാമത്തേത് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സ്. കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സപ്ലൈസ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിൽ റേറ്റഡ്, എക്സംപ്റ്റഡ് അല്ലെങ്കിൽ നോൺ GST സപ്ലൈസ് ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഓൺലി കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ സപ്ലൈസ് മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. ഇനി ഡീംഡ് സപ്ലൈ അണ്ടർ സെക്ഷൻ 143. അത് പറഞ്ഞാൽ ജോബ് വർക്കിന് വേണ്ടിയിട്ട് സാധനം അയച്ചു, വിത്തിൻ 1 ഇയർ നമുക്ക് ജോബ് വർക്കിന് അയച്ച സാധനം റിട്ടേൺ വന്നിട്ടില്ല എങ്കിൽ എന്താണ്, അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സെക്ഷൻ 143-ൽ പറയുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ജോബ് വർക്കിന് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 3 ഇയേഴ്സ് വന്നിട്ടില്ല എങ്കിൽ അതും ഡീംഡ് സപ്ലൈ ആണെന്ന് പറയുന്നു. പക്ഷേ 2017-18 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1 ഇയർ എക്സ്പയർ ആവാനുള്ള സമയം ആയിട്ടില്ല അല്ലേ. അപ്പോൾ ആ കോളത്തിൽ, ആ ടേബിളിൽ ഒന്നും തന്നെ വരുന്നതല്ല, 0 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി സി വരുന്നത് ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ബട്ട് നോട്ട് റിട്ടേൺഡ്. ഓക്കെ, ഗുഡ്സ് അപ്രൂവൽ ബേസിസിന് അയച്ചിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. ഓക്കെ, സേവ് ആൻഡ് ഗോ ബാക്ക് ടു GSTR9 ഡാഷ്ബോർഡ്. ഇനി വരുന്നത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ HSN വൈസ് സമ്മറി കൊടുക്കേണ്ടതുണ്ട്. HSN വൈസ് സമ്മറി ഗുഡ്സിൻ്റെത് കൊടുക്കാം, സർവീസിൻ്റെതും കൊടുക്കാം. സർവീസിൻ്റെത് UQC ആണ്. ഓക്കെ, ഗുഡ്സിൻ്റെത് HSN കോഡാണ്. ഓക്കെ, ഇനിയുള്ളത് HSN വൈസ് സമ്മറി ഓഫ് ഇൻവേർഡ് സപ്ലൈസ്. ഇൻവേർഡ് സപ്ലൈസിൻ്റെതും എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാം. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ട് ലയബിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ട് എങ്കിൽ ഇത് ഓട്ടോ കമ്പ്യൂട്ട് ആവും. എന്നിട്ട് പ്രൊസീഡ് ടു ഫയൽ എന്ന ബട്ടൺ എനേബിൾ ആവും. എനേബിൾ ആയതിനു ശേഷം പ്രൊസീഡ് ടു ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും ലേറ്റ് ഫീസ് ഉണ്ടെങ്കിൽ ഇത് കാണിച്ചു തരും. എൻ്റെ കേസിൽ ലേറ്റ് ഫീസ് ഒന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പ്രിവ്യൂ ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഫയൽ GSTR9 ബട്ടൺ എനേബിൾ ആവുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫയൽ GSTR9 ബട്ടൺ എനേബിൾ ആവണമെങ്കിൽ ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.